നമുക്ക് വിശ്വാസികൾ പുതിയൊരു നോമ്പ് കാലമാണ് നമ്മളിലേക്ക് വന്നിട്ടുള്ളത്. അപ്പം ഒരു വിശ്വാസിയെ മാനസികമായും ശാരീരികമായും സാമൂഹികമായും പരിവർത്തനപ്പെടുത്തിയെടുക്കുന്ന ഒരു പ്രക്രിയയാണ് റമദാൻ എന്നുള്ളത്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ലോകാരോഗ്യ സംഘടനയ്ക്ക് എന്താണ് ഹെൽത്ത് അഥവാ ആരോഗ്യം എന്താണെന്ന് ഡിഫൈൻ ചെയ്യുമ്പം ഒരു പറയുന്നുണ്ട്, ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് എന്നുള്ളത്. അതായത് ഒരേ സമയം ശാരീരികവും മാനസികവും സാമൂഹികവുമായിട്ടുള്ള മാറ്റങ്ങൾ, അതായത് അങ്ങനെയുള്ളൊരു സ്റ്റേജിനാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. അതേപോലെ മനുഷ്യനെ മാനസികമായും ശാരീരികമായും സാമൂഹികമായും പരിവർത്തനപ്പെടുത്തിയെടുക്കാൻ നോമ്പിന് സാധിക്കുന്നുണ്ട്. അത് പല ഹദീസുകളിൽ നമുക്കത് കാണാൻ പറ്റും. അസ്സൗമു ജുന്നത്ത് എന്നുള്ള ഹദീസ് നമുക്ക് കാണാം. അതായത് നോമ്പ് നിങ്ങൾക്കൊരു പരിചയമാണ്. അതുപോലെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളെ തെറി വിളിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളെ കൊല്ലപ്പെടുകയാണെങ്കിൽ, ആ സമയത്ത് ഞാനൊരു നോമ്പുകാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമിച്ച് നിൽക്കുക. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, കേവലം ശാരീരികമായ മാറ്റങ്ങൾക്കപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നതാണ് ഈ റമദാൻ നോമ്പ് എന്നുള്ളത്. അപ്പം ഇസ്ലാം എന്നത് സമ്പൂർണ്ണമായ മതമായതിനാൽ തന്നെ അതിൽ രൂപപ്പെട്ടു വന്ന ഓരോ നിയമങ്ങളും, അതായത് ഈ അതില്ലത്ത് ശരിയ കൊണ്ട് നിയമിച്ച് വന്ന ഒരുപാട് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അതില്ലത്ത് ശരിയ എന്ന് പറയുമ്പോൾ ഖുർആന്, ഹദീസ്, ഇജ്മാ, ഖിയാസ്, ഈ 4 കൊണ്ട് സ്ഥിരപ്പെട്ടതായ നിയമങ്ങൾക്ക് പലപ്പോഴും പല പണ്ഡിതന്മാരും ഹിക്മത്തുകൾ പറയാറുണ്ട്. ഈ ഹിക്മത്തുകൾ പറയുന്നത് കൂടുതലും മഖാസിദ് ശരിയ, അതായത് ഹിഫ്ലുൽ ദീന്, ഹിഫ്ലുൽ മാല്, ഹിഫ്ലുൽ നസ്ല്, ഹിഫ്ലുൽ അഖ്ല്, ഹിഫ്ലുൽ അർള്, ഇങ്ങനെ ഈ 5 കാര്യങ്ങൾ എടുത്തുകൊണ്ടാണ്. അപ്പോൾ ഈ നോമ്പിൻ്റെ വിഷയം എടുത്താലും നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒന്നൊക്കെ ഇതിൽ കാണാൻ കഴിയുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. നമുക്ക് നോമ്പിനെ പറ്റി പറയുമ്പോൾ പലരും പറയാറുണ്ട്, ഇത് ശരീരത്തിനെ ബുദ്ധിമുട്ടാക്കുന്ന ഒരു കാര്യമല്ലേ. എന്നാൽ നമ്മൾ ഇസ്ലാം എന്ന് പറയുന്നത് ഒരിക്കലും അങ്ങനെ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങൾ പറയാത്തൊരു മതമാണ്. അത് നമുക്ക് ഖുർആനകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ. നിന്നോട് നിൻ്റെ റബ്ബ് പറയുന്നത് നിനക്ക് കഴിയാത്ത കാര്യങ്ങൾ നിൻ്റെ റബ്ബ് നിന്നോട് പറയില്ല. അതുപോലെ തന്നെ ഫിഖ് ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിന് ബുദ്ധിമുട്ടാക്കുന്ന രൂപത്തിൽ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അത് നിങ്ങൾ ചെയ്യരുത്. അതായത് ഓരോ മനുഷ്യൻ്റെയും ശരീരം സംരക്ഷിക്കുക എന്നുള്ളത്, അവൻ്റെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത് അവൻ്റെ ഉത്തരവാദിത്തമാണ്. അത്തരത്തിലുള്ള ഒരു സമ്പൂർണമായ മതം ഈ നോമ്പിനെ ഒരു നിർബന്ധ കടമയാക്കി വെക്കുമ്പോൾ അതിലുള്ള ഹിക്മത്തുകൾ എന്തെല്ലാമായിരിക്കാം? ഈ നോമ്പ് പറയുമ്പോൾ അല്ലെങ്കിൽ ഇസ്ലാമിലെ എല്ലാ അനുഷ്ഠാനങ്ങൾക്കും അതിൻ്റെ പിന്നിലൊരു നമുക്കിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹിക്മത്ത് കാണാം, അല്ലെങ്കിൽ അതിനൊരു ശാരീരികമായിട്ടും മാനസികമായിട്ടും അല്ലെങ്കിൽ ഒരു സാമൂഹികമായിട്ടുള്ളൊരു ഒരു ഒരു ഉപകാരം ഗുണം കൂടി അതിൽ നമുക്ക് കാണാൻ പറ്റും, ദർശിക്കാൻ പറ്റും. അപ്പം ഈ ഒരു ഉദാഹരണം നിസ്കാരത്തിൻ്റെ എടുത്ത് നോക്കി തന്നെ, നിസ്കാരം എന്നുള്ളത് ശരിക്കും ഒരു പടച്ചവനിലേക്കുള്ളൊരു ആരാധനയാണ്, പടച്ചവനിലേക്കുള്ള നിർബന്ധമാക്കപ്പെട്ട 5 വക്ത് നിസ്കാരം. പക്ഷേ അതിൻ്റെ ഒരു പുതിയ സൈക്കോളജിയിലും അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡിലൊക്കെ മെഡിറ്റേഷനിൽ നിന്നൊക്കെ ഒരു കമ്പയർ ചെയ്ത്, അല്ലെങ്കിൽ മെഡിറ്റേഷനേക്കാൾ ഒന്നുകൂടി മെഡിറ്റേഷൻ ഒരു സ്റ്റില്ലായിട്ടുള്ളൊരു സാധനമാണ്. പക്ഷേ ഈ നിസ്കാരം എന്നുള്ളത് വാക്കും പ്രവർത്തനങ്ങളും എല്ലാത്തിനിടയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുകയാണ് പടച്ചവനിലേക്ക്. ആ രീതിയിൽ നമ്മളെ മൈൻഡിനെ പ്രസൻറ്റ് ചെയ്ത് നിർത്താനുള്ള ഒരു ഉപകാരം അതിൽ പറയുന്നുണ്ട്. അതുപോലെ നോമ്പിനെ കണക്കാക്കുന്നത് വെച്ചാൽ 11 മാസത്തേക്കുള്ള നമ്മളെ ഈ ഒരു വർഷക്കാലത്തേക്കുള്ള 11 മാസത്തേക്കുള്ള നമ്മളെ ശരീരത്തെ ഇച്ഛകളെ എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നുള്ളത്, നമ്മളെ പലതരത്തിലുള്ള ഇച്ഛകൾ, ഏറ്റവും വലിയൊരു ഇതാണ് വികാരമാണ് വിശപ്പ്. ആ വിശപ്പിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് ബാക്കിയുള്ള എല്ലാ ഇച്ഛകളും നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്ത് നിൽക്കാമെന്നൊരു പ്രാക്ടീസാണ് ശരിക്കും പറഞ്ഞാൽ നോമ്പ് കൊണ്ട്. ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇസ്ലാമിൽ മാത്രമല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഏകദേശം എല്ലാ മതങ്ങളിലും, സെമറ്റിക് മതങ്ങളിലൊക്കെ ഒരു ഇസ്ലാമിനോട് തത്തുല്യമായ രീതിയിലുള്ള ഒരു നോമ്പ് അനുഷ്ഠാന രീതികളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിൽ ജൂത മതത്തിലൊക്കെ 24 ഹവർ, അതായത് 24 മണിക്കൂറുള്ള നോമ്പാണ്. ആ രീതിയിലുള്ള നോമ്പ് കാണാൻ പറ്റും. അതുപോലെ തന്നെ എല്ലാ മതങ്ങളിലും, നമ്മൾ ഹിന്ദു മതത്തിലായിക്കോട്ടെ, ക്രിസ്ത്യൻ മതത്തിലായിക്കോട്ടെ, എല്ലാത്തിലും ഇത്തരത്തിലുള്ള നോമ്പുകളുണ്ട്. ഇപ്പം നമ്മൾ തിങ്കളാഴ്ച വ്യാഴാഴ്ച ഉള്ള സുന്നത്ത് നോമ്പ്, അതുപോലെ തന്നെ ആ രീതിയിലുള്ള നോമ്പുകളൊക്കെ എല്ലാ മതങ്ങളിലും കാണുന്നുണ്ട്. അപ്പോൾ ഈ എല്ലാ മതങ്ങളും ആ രീതിയിലുള്ള ഒരു ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള ഒരു ഉണർവിനെ അവർ കണ്ടുകൊണ്ടാണ് അത്തരത്തിലുള്ള ആ ഒരു കാര്യം വെക്കപ്പെട്ടുള്ളത്. പിന്നെ നമുക്ക് മതങ്ങളിലുള്ള റിലേഷനൊക്കെ നമുക്ക് എൻ്റെ കൂടുതൽ ഹിസ്റ്ററിയിലേക്കും കൂടുതൽ ആ കാര്യങ്ങളിലേക്ക് നോക്കിയാൽ മനസ്സിലാക്കും. പിന്നെ നമുക്ക് അതിനെ ഒരു 4 തരത്തിൽ പറയാം. എല്ലാ കാര്യങ്ങൾക്കും ഒരു അനുഷ്ഠാനം ങ്ങൾക്കൊക്കെ ഒരു 4 തരത്തിലൊരു ഗുണങ്ങളുമാണ് സ്പിരിച്വൽ ആയിട്ടുള്ളൊരു ഗുണം. അത് പടച്ചവൻ്റെ ഒരു പടച്ചവനുള്ളൊരു നമ്മൾ പടച്ചവൻ പറഞ്ഞ കാര്യങ്ങളെ ഏറ്റെടുത്ത് ചെയ്യുക എന്നുള്ള, പടച്ചവനോട് കാണിക്കുന്ന ഒരു നന്ദി, ശുക്ർ ചെയ്യുക, പടച്ചവന് ശുക്ര, നിസ്കാരം ആ രീതിയിലുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പടച്ചവൻ പറഞ്ഞ കാര്യങ്ങളെ പ്രവർത്തിക്കുക എന്നുള്ളത് പടച്ചവന് ഒബീഡിയൻറ്റ് ചെയ്യുക എന്നുള്ളൊരു സാധനം. പിന്നെ അതുപോലെ തന്നെ അതിന് മോറലി നമുക്ക് കുറേ കാര്യങ്ങൾ, മോറലി നമ്മളെ സഹാനുഭൂതി, നമ്മുടെ ഈ വിശപ്പ്,
അനുഭവപ്പെടുന്ന ആൾക്കാർ, അതായത് പാവപ്പെട്ട ആൾക്കാരോടുള്ളൊരു സഹാനുഭൂതി, കരുണ വർദ്ധിപ്പിക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ഒരു മനസ്സ്. കാരണം മറ്റുള്ളവൻ്റെ അവസ്ഥകൾ അറിഞ്ഞാൽ മാത്രം നമുക്ക് അതിന് ആ ഒരു വിശപ്പ് നമ്മൾ അറിഞ്ഞാൽ മാത്രം നമുക്ക് അതെന്തെങ്കിലും ചെയ്യാനുള്ള ഒരു മനസ്സ് വരും. അപ്പോൾ ആ ഒരു സഹാനുഭൂതി ക്രിയേറ്റ് ചെയ്യുക എന്നതിൽ നോമ്പിന് വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ സാമൂഹികമായിട്ട് കൂട്ടായിട്ടുള്ള ഇഫ്താറുകൾ, അതൊരു സാമൂഹികമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ പിന്നെ അതുപോലെ തന്നെ മെഡിക്കലി നോക്കുകയാണെങ്കിൽ, നമ്മൾ മെഡിക്കലാണ് കൂടുതൽ ചർച്ച ചെയ്യുമ്പോൾ പിന്നെ അപ്പോൾ അതിൽ മെഡിക്കലി ധാരാളം ബെനിഫിറ്റുകളുണ്ട്. ഹെൽത്ത് പുതിയ കാലത്ത് പഠനങ്ങൾ നോക്കുമ്പം ഇപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന രീതികൾ, അതായത് പുതിയ കാലത്ത് ഇപ്പോൾ ഈ അടുത്തൊരു കോൺഫറൻസിന് പോയ സമയത്ത് അവിടെ ഈ ഒരു ഫാസ്റ്റിംഗ്, അത് റസൂലുള്ളാഹിൻ്റെ സുന്നത്ത് ഫാസ്റ്റിംഗ്, അതായത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുള്ള നോമ്പ് എങ്ങനെയാണ് പുതിയ ലോകത്തെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ കറക്റ്റ് ഒരു വിവരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് വെച്ചാൽ അത് ശരിക്കും നമ്മളെ ഇസ്ലാമിലുള്ള നോമ്പ് പോലെ തന്നെ. അപ്പോൾ 3 തരത്തിലാണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ആൾട്ടർനേറ്റീവ് ഡേ ഫാസ്റ്റിംഗ് എന്ന് പറയും, അതായത് 1-8 ദിവസങ്ങളിലുള്ള ഫാസ്റ്റിംഗ്. അത് 5:2 ആ രീതിയിലാണ് പറയുന്നത്. അതായത് 5 ദിവസം ഭക്ഷണം കഴിക്കുക, 2 ദിവസം നോമ്പ് നോൽക്കുക, ആ രീതിയിൽ. അപ്പോൾ നിങ്ങൾ തിങ്കളാഴ്ചയും വ്യാഴ്ചയുള്ള നോമ്പ് പോലെ. അതുപോലെ തന്നെ ഓൾ ഡേ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് അത് ഒരു ദിവസം മൊത്തം നോമ്പ് നോൽക്കുന്ന രീതിയിൽ അതിൽ ഇത്ര ഹവേഴ്സ്, അതായത് ഭക്ഷണം കഴിച്ച് 2 മീൽസിൻ്റെ ഇടയിൽ ഇത്ര ഹവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഫാസ്റ്റിംഗ് ചെയ്യുന്ന രീതിയാണ്. അതുപോലെ തന്നെ പിന്നെ ടൈം റെസ്ട്രിക്റ്റഡ് ഫാസ്റ്റിംഗ് എന്ന് പറയും, അതായത് ഇത്ര മണിക്കൂർ ഒരു ദിവസങ്ങളിൽ ഇത്ര മണിക്കൂർ രീതിയിൽ, അങ്ങനെ പലതരത്തിലുള്ള ഫാസ്റ്റിങ്ങുകൾ. ഇതൊക്കെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു റമദാനിലെ നോമ്പ് എന്നുള്ളത് ടൈം റെസ്ട്രിക്റ്റഡ് ഫാസ്റ്റിംഗ് ആണ്. അതായത് പിന്നെ സുബഹി മുതൽ മഗ്രിബ് വരെ ആ സമയത്ത് ഈ അത്താഴത്തിൻ്റെ കേസിലൊക്കെ കൃത്യം പറയുന്നുണ്ട് എപ്പോഴാണ് അത്താഴം കഴിക്കേണ്ടതെന്നൊക്കെ. കാരണം അതിന് വലിയ ഗുണങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ മെഡിക്കൽ ബെനിഫിറ്റ് നോക്കിക്കഴിഞ്ഞാലും അത്താഴം കഴിക്കാതെ നോമ്പ് നോൽക്കുന്നതിൽ വലിയൊരു ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്ന കാരണമുണ്ട്. അപ്പം ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ അപ്പോൾ അത്താഴം കഴിച്ചുകൊണ്ട് ആ ഒരു സുബഹി മുതൽ ഇന്ന സമയം മുതൽ കൃത്യമായിട്ടുള്ളൊരു സമയത്ത് നോമ്പ് തുറക്കുക, ആ ഒരു കറക്റ്റ് ടൈമിൽ നോമ്പ് നോൽക്കുന്നതിൽ ആ ഒരു ചിട്ട ക്രിയേറ്റ് ചെയ്യുന്നതിൽ അതുകൊണ്ട് കുറേ ബെനിഫിറ്റുകളുണ്ട്. അപ്പം ഇസ്ലാം അത്രയും വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞു വെച്ച കാര്യങ്ങൾ, ചെയ്തു വെച്ച കാര്യങ്ങൾക്ക് ഇന്ന് അതിൽ ധാരാളം പഠനങ്ങളും റിസർച്ചുകളും നടത്തിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ ഒരു ബെനിഫിറ്റുള്ള കാര്യമാണ്. അത് പുതിയ ലോകത്ത് പുതിയ ഒരു ശരീരത്തിന് ഒരു പിന്നെ കൂടുതൽ സൂക്ഷ്മത പുലർത്തുന്ന ആൾക്കാരുടെ ഇടയിലൊക്കെ ഈ ഒരു ഫാസ്റ്റിംഗ് രീതികളൊക്കെ വളരെ വിപുലമായിട്ട് അവർ ചെയ്യുന്നുണ്ട്, വളരെ രീതിയിൽ അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഈ രീതികളൊക്കെ. അപ്പോൾ ഇവിടെ പറഞ്ഞു വെച്ച പോലെ നോമ്പിന് ഒരുപാട് തരത്തിലുള്ള ബെനിഫിറ്റുകൾ പറയാനുണ്ട്. അപ്പം നിലവിൽ നമ്മളെ പുതിയ തലമുറകൾ അല്ലെങ്കിൽ പുതിയ സമ്പ്രദായങ്ങൾ കൂടെ നോമ്പുകളെ ഏറ്റെടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടെന്നിവിടെ പറഞ്ഞു വെച്ചു. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് പോലെ അല്ലെങ്കിൽ ഹോളിഡേ ഫാസ്റ്റിംഗ് പോലെ പലതരത്തിലുള്ള ഫാസ്റ്റിങ്ങുകൾ ഉണ്ടെങ്കിലും അതിൽ നമ്മൾ റമദാനിലെ നോമ്പ് അല്ലെങ്കിൽ നമ്മുടെ നോമ്പ് സിസ്റ്റം അതിൽ എത്രത്തോളം ഹെൽത്ത് ബെനിഫിറ്റ്സ് നമുക്ക് കാണാൻ പറ്റും? നമ്മുടെ നോമ്പാണെങ്കിലും ഏതൊരു ഇസ്ലാമിലെ ആരാധന കർമ്മമാണെങ്കിലും അതിൻ്റെ പ്രാഥമികമായി അതിൻ്റെ ലക്ഷ്യം എന്നുള്ളത് നമ്മുടെ ആത്മീയമായ ലക്ഷ്യം തന്നെയാണ്. പക്ഷേ എങ്കിൽ കൂടിയും നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഇസ്ലാമിൽ നിർബന്ധമാക്കപ്പെട്ട അല്ലെങ്കിൽ ഇസ്ലാമിൽ പറയുന്ന മുഴുവൻ ആരാധനകൾക്കും എന്തെങ്കിലുമൊക്കെ ഒരു ആരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങളോ ബെനിഫിറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നോമ്പെടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇപ്പോഴത്തെ ഒരു കാലം എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ജീവിതശൈലി രോഗങ്ങൾ അധികരിക്കുന്ന ഒരു കാലമാണ്. WHO കണക്കുകൾ പ്രകാരം മരണത്തിൻ്റെ അകാല മരണത്തിന് അല്ലെങ്കിൽ പെട്ടെന്നുള്ള മരണങ്ങളുടെ 10 കാരണങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അത് 7 കാരണങ്ങളും അതിൽ വരുന്നുള്ളത് ജീവിതശൈലി രോഗങ്ങളാണ്. അതുപോലെ തന്നെ 75% ആളുകൾ മൊത്തം മരിക്കുന്ന ലോകത്ത് ഗ്ലോബലി മരിക്കുന്ന 100% ആളുകളിൽ 75% ആളുകളും മരിക്കുന്നത് ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടാണെന്നുള്ള കണക്കുകൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയിൽ 2-ൽ 1 ഇന്ന് ജീവിതശൈലി രോഗങ്ങൾ നേരിടുന്നുണ്ടെന്നുള്ള കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ബേസ് ചെയ്തിട്ട് ഇപ്പം ICMR ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് നടത്തിയ ഒരു പഠന പ്രകാരം അവർ പറയുന്നത് 56% വരുന്ന മരണങ്ങൾക്കും കാരണമാകുന്നത് അൺഹെൽത്തി ഡയറ്റാണ്, അല്ലെങ്കിൽ എന്താ പറയുക ഒരു ആരോഗ്യകരമല്ലാത്ത ഭക്ഷണശീലം അല്ലെങ്കിൽ ആരോഗ്യകരമല്ലാത്ത ഒരു ജീവിതശൈലിയാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എടുത്തു നോക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു മനുഷ്യനിൽ ഓരോ ദിവസത്തെയും ഭക്ഷണം എങ്ങനെയാണ് അവരുടെ എനർജിക്കും അല്ലെങ്കിൽ അവരുടെ ജീവിതശൈലിക്കൊക്കെ കാരണമാകുന്നത് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ സാധാരണ ദിവസങ്ങളിൽ, അതായത് നോമ്പല്ലാത്ത 11 മാസക്കാലം എടുത്തു നോക്കുകയാണെങ്കിലും നമുക്കറിയാം നമ്മുടെ എനർജി എന്ന് പറയുന്നത് ഗ്ലൂക്കോസാണ്. നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് ഫുഡുകളിൽ നിന്ന് അരിഭക്ഷണങ്ങളാണെങ്കിലും ഗോതമ്പാണെങ്കിലും ബാർലി ആണെങ്കിലും ഇങ്ങനെയുള്ള കാർബോഹൈഡ്രേറ്റ്സുകളിൽ നിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് ഡൈജഷൻ വഴി കടന്നു വരുന്ന ഗ്ലൂക്കോസാണ് നമ്മുടെ എനർജിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. നമ്മുടെ ഊർജ്ജം എന്ന് പറയുന്നത് ഗ്ലൂക്കോസാണ്. പക്ഷേ ഒരു വിഷയം വരുന്നത് ഈ ഗ്ലൂക്കോസുകൾ നമുക്കറിയാം ഇപ്പോഴുള്ളൊരു ജീവിതശൈലി പ്രകാരം നമുക്ക് ആവശ്യമുള്ളതിലും അധികമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നു, അല്ലെങ്കിൽ ആവശ്യമുള്ളതിലും അധികമുള്ള കലോറി നമ്മൾ എടുക്കുന്നു, അത് വേണ്ടത്ര ബേൺ ചെയ്ത് ഒഴിവാക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം വരുന്നുണ്ട്. എങ്കിൽ ഈ ഗ്ലൂക്കോസുകൾ നമ്മുടെ ബ്ലഡിൽ അധികമാവുകയും നമ്മുടെ
നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതിലധികം കലോറി നമ്മുടെ ശരീരത്തിൽ ഈ ഗ്ലൂക്കോസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം തന്നെ ചെയ്യുന്നൊരു പ്രക്രിയയാണ് ഗ്ലൈക്കോജനസിസ് എന്ന് പറയും. ഗ്ലൈക്കോജനസിസ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസുകളെ ഗ്ലൈക്കോജനാക്കി മാറ്റും. ആ ഗ്ലൈക്കോജൻ നമ്മുടെ ലിവറിൽ സ്റ്റോറേജ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. പക്ഷേ ഇതുമല്ല, ഇതിനപ്പുറത്തേക്ക് ഈ ഗ്ലൈക്കോജൻ്റെ സ്റ്റോറേജും നമ്മൾ ഫുള്ളായി കഴിഞ്ഞാൽ ആ ഈ ഗ്ലൂക്കോസുകൾ പിന്നെ കൺവേർട്ട് ആവുന്നത് കൊളസ്ട്രോൾ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഫാറ്റൊക്കെ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ആ കൊളസ്ട്രോളുകൾ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഓരോ സ്ഥലങ്ങളിലും അടിഞ്ഞുകൂടുകയും അഡിപ്പോസ് ടിഷ്യൂകളിലേക്ക് അടിഞ്ഞുകൂടുകയും നമുക്ക് ഒബേസിറ്റി ആണെങ്കിലും അതല്ലെങ്കിൽ ഡയബറ്റീസ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ട് അറ്റാക്ക് ആണെങ്കിലും ഫാറ്റി ലിവർ ആണെങ്കിലും ഇതൊക്കെ കാരണമാകുന്നത് ഈ ഗ്ലൂക്കോസ് ആണ് എന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ കഴിയും. നമുക്കറിയാം ഈ രക്തത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നതാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ നമ്മുടെ രക്തക്കുഴലുകളിൽ ഈ ഫാറ്റ് അല്ലെങ്കിൽ ഈ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടുമ്പോഴാണ് നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നത്. ഫാറ്റി ലിവർ വരുന്നത് ലിവറിലുള്ള ഈ ഫാറ്റിൻ്റെ കണ്ടന്റ് കൂടുമ്പോഴാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു മൂല കാരണം ഏതാണ് എന്നെടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ അമിതമായിട്ടുള്ള ഗ്ലൂക്കോസ് എടുക്കുന്നതും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മനസ്സിലാകും. പക്ഷേ ഈ റമദാൻ കാലം എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ 11 മാസക്കാലം നമ്മൾ ഈ ഗ്ലൂക്കോസ് ഇങ്ങനെ കഴിച്ചു, നമ്മൾ അമിതമായ കലോറികൾ നമ്മൾ കൺസ്യൂം ചെയ്തു. ഇതിനൊക്കെ ശേഷം നമ്മുടെ ഒരു മാസക്കാലം നമുക്കൊരു ബ്രേക്ക് തരികയാണ്. അവിടെ ഒരു മെറ്റബോളിക് ഷിഫ്റ്റ് തന്നെ വരുന്നുണ്ട് എന്നാണ് നമ്മുടെ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ഇവിടെ ഗ്ലൂക്കോസിൽ നിന്ന് ഗ്ലൈക്കോജനിലേക്കും ഗ്ലൈക്കോജനിൽ നിന്ന് കൊളസ്ട്രോളിലേക്കും മാറിക്കൊണ്ടിരുന്ന ആ ഒരു പ്രക്രിയ നേരെ ഓപ്പോസിറ്റ് രീതിയിലേക്ക് മാറുകയാണ്. നമുക്കറിയാം, രാവിലെ നമ്മൾ ഒരു 4 മണി അല്ലെങ്കിൽ 5 മണി ആ സമയത്ത് നമ്മൾ അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെയുള്ള ഒരു 6 മണിക്കൂറോളം സമയം നമ്മൾ ഫസ്റ്റത്തെ 6 മണിക്കൂർ, നോമ്പിൻ്റെ ഫസ്റ്റുള്ള 6 മണിക്കൂർ സമയം നമ്മുടെ ശരീരത്തിലുള്ള ഏകദേശം ഗ്ലൂക്കോസ് നമ്മുടെ ശരീരം കൺസ്യൂം ചെയ്ത് കഴിയും. നമ്മുടെ ശരീരത്തിൽ പിന്നെ ഗ്ലൂക്കോസിൻ്റെ അളവ് വളരെ കുറവായിരിക്കും, ഗ്ലൂക്കോസ് ഉണ്ടാവില്ല. അതിനുശേഷമുള്ള ഹവേഴ്സിൽ നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ലിവറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസാക്കി കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ അധികമായിട്ടുള്ള ഗ്ലൈക്കോജൻ ഉള്ളതാണ് പല പ്രശ്നങ്ങൾക്കും കാരണം. നമ്മൾ മുമ്പ് പറഞ്ഞു വെച്ചു, ഈ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി കൺവേർട്ട് ചെയ്യുകയും ഈ ഗ്ലൈക്കോജനും കൂടി നമ്മുടെ എനർജിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യും. അതിനുശേഷം നമ്മുടെ ശരീരത്തിലുള്ള ഫാറ്റുകൾ ഉണ്ടാകും, കൊളസ്ട്രോളുകൾ ഉണ്ടാകും. ഇതിനെ കീറ്റോൺ ബോഡികളാക്കിയിട്ട് കൺവേർട്ട് ചെയ്യുകയും അതും ഒരു എനർജിയുടെ സോഴ്സ് ആക്കിയിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടുകൂടി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നത് എന്താണോ അതിനെയെല്ലാം ഇല്ലാതാക്കുന്ന ഒരു അത്രയും ഹെൽത്തി ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ മിക്ക രോഗങ്ങളും നമ്മൾ മുമ്പ് പറഞ്ഞു വെച്ചു, കണക്കുകൾ പ്രകാരം നമുക്ക് മനസ്സിലായി 75% ആളുകൾ മരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ ലോകം നേരിടുന്ന പ്രശ്നങ്ങൾ ഈ രോഗങ്ങൾ ആ രോഗങ്ങളെല്ലാം ഇല്ലാതാക്കുന്ന ഒരു പ്രക്രിയയിലൂടെയാണ് ശരിക്കും ഫാസ്റ്റിംഗ് കടന്നു പോകുന്നത്. ഈ ഫാസ്റ്റിംഗ് കഴിയുന്നതോടുകൂടി കഴിഞ്ഞ 11 മാസക്കാലം നമ്മുടെ ശരീരത്തിൽ അമിതമായി നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന കൊഴുപ്പാണെങ്കിലും നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള അഡിപ്പോസ് ടിഷ്യൂകളിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള കൊളസ്ട്രോളും ഫാറ്റും അതുപോലെ തന്നെ ലിവറിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഗ്ലൈക്കോജനും ഇതെല്ലാം നമ്മൾ ഗ്ലൂക്കോസ് ആക്കി മാറ്റുകയും അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്തത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇഫ്താറുകളിലാണെങ്കിലും അത്താഴങ്ങളിലാണെങ്കിലും ഒക്കെ നമ്മൾ അമിതമായി ഗ്ലൂക്കോസ് കണ്ടന്റ് എടുക്കാതെ ആ ഒരു ബാലൻസ്ഡ് ഡയറ്റിൽ കൂടെ നമുക്ക് വരേണ്ടതുണ്ട്. അപ്പം ഇതാണ് അതിലൊരു ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ആ ഒരു ചിട്ട സാല് പറഞ്ഞപ്പോഴാണ് പിന്നെ നോമ്പ് സമയത്ത് ആ ഒരു ചിട്ട നമ്മളിപ്പം പ്രാവർത്തികമാക്കുന്നുണ്ടോ നോക്കിക്കഴിഞ്ഞാൽ ഒരു വളരെ സംശയമായ കാര്യമാണത്. അപ്പോൾ ഈ ഒരു ചിട്ട ശരിക്ക് ഇസ്ലാം അത് കാണിച്ചു കൊടുക്കുന്നത്, അതിൽ ഈ ഒരു ഇത്ത സമയത്ത് ഭക്ഷണം കഴിക്കുക, അത്താഴം കഴിക്കുക, ഇന്ന സമയത്ത് പിന്നെ നോമ്പ് തുറക്കുക, ആ ഒരു രീതിയിലുള്ളൊരു ചിട്ട കൊണ്ടുവരുന്നത് അത് ശരിക്കും പുതിയ സയൻസിലൊക്കെ നമ്മളെ ഈ ഒരു ഏകദേശം ലൈഫ് സ്റ്റൈൽ അസുഖങ്ങളൊക്കെ വരാൻ കാരണം പിന്നെ നമ്മളെ സൈക്കാർഡിന് അതായത് ബയോളജിക്കൽ ക്ലോക്കിൽ ഉണ്ടാകുന്ന ഒരു താറുമാറ് അല്ലെങ്കിൽ അതിലൊരു ഇൻബാലൻസ് ഉണ്ടാകുന്നതുകൊണ്ടാണ്. ഏകദേശം നമുക്ക് നോക്കിയാൽ മനസ്സിലായി. ഇപ്പം നടക്കുന്ന റിസർച്ചുകൾ പറയുന്നത് വെച്ചാൽ ഇതിലൊരു വലിയൊരു പിന്നെ മാറ്റം നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് വരുന്നുണ്ട്. നമ്മുടെ ഉറക്കമായിക്കോട്ടെ, നമ്മുടെ ഭക്ഷണ രീതി ആയിക്കോട്ടെ, ഇതൊക്കെ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ബയോളജിക്കൽ ക്ലോക്ക് പിന്നെ ഇൻബാലൻസ് ആകുന്നതിൽ. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള പല രോഗങ്ങളിലേക്കും നയിക്കുന്നതിലുള്ള കാരണമായി മാറുന്നത്. അപ്പോൾ ഈ ഒരു ചിട്ട കൃത്യമായിട്ടുള്ള ഒരു സമയത്തുള്ള ഭക്ഷണ രീതി അത് നോമ്പ് എല്ലാ സമയത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ നോമ്പിന് നമുക്ക് ആ ഒരു കൃത്യമായ ചിട്ട വരുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പിന്നെ ബയോളജിക്കൽ ക്ലോക്കിനെ ബാലൻസ് ചെയ്താക്കാനും അതിനെ ഒരു മോഡറേറ്റിലേക്ക് എത്തിക്കാനും സഹായിക്കുന്നുണ്ട്. അപ്പം അതിലൂടെ നമുക്ക് ഈ പറഞ്ഞു പോകുന്ന ഏകദേശം എല്ലാ ബെനിഫിറ്റുകളും കിട്ടുന്നുണ്ട്. അതുപോലെ ഈ കീറ്റോൺ എന്ന് പറഞ്ഞ സാധനം നേരത്തെ പറഞ്ഞ സാല് പറഞ്ഞു, നേരത്തെ കീറ്റോൺ ബോഡി ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് ഫാറ്റിനെ. ഈ കീറ്റോൺ എന്ന് പറഞ്ഞാൽ ഹൈ എനർജിയാണ്, ഏറ്റവും നല്ല എനർജിയാണ്. ശരിക്കും നമുക്കത് പൊതുവേ നമ്മൾ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്ന സമയത്ത് പിന്നെ ഗ്ലൂക്കോസ് എടുക്കുന്ന സമയത്ത് ആ ഒരു എനർജി സോഴ്സ് നമ്മൾ യൂസ് ചെയ്തില്ല. ഈ കീറ്റോൺ എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ഏറ്റവും കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ബ്രെയിനിന്റെ ഫംഗ്ഷന് ഏറ്റവും നല്ലൊരു പിന്നെ എനർജി സോഴ്സ് ആയാണ് കീറ്റോൺ ബോഡി എന്ന് പറയാം. അപ്പം ഈ കീറ്റോൺ നമുക്ക് ഈ കീറ്റോൺ അതായത് മെറ്റബോളിസം ഷിഫ്റ്റിംഗ് നടന്ന് നേരെ ഫാറ്റിനെ കീറ്റോൺ ബോഡിയായി മാറുന്നു. ആ എനർജി യൂസ് ചെയ്യുമ്പോൾ അപ്പം പിന്നെ നമുക്ക് മൈൻഡ് ഏറ്റവും കൂടുതൽ നല്ല വർക്ക് ചെയ്യാനും ആ ഷാർപ്പ് ആവാനൊക്കെ കാരണമാണ്. അപ്പോൾ പൊതുവെ പറയലുണ്ട്, നോമ്പ് തുറക്കാനുള്ള സമയമാകുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ബ്രെയിൻ വർക്ക് ചെയ്യും. അതായത് നല്ലൊരു ബ്രെയിനിന് ഏറ്റവും
ഉത്തമമായ സമയം ആ ഒരു സമയമാണെന്നുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ പിന്നെ മാനിഫെസ്റ്റേഷൻ്റെയും ദുആൻ്റെയും കാര്യങ്ങളൊക്കെ ആ സമയത്തേക്ക് നമുക്ക് കോറിലേറ്റ് പറയാൻ പറ്റും. ആ സമയത്തുള്ള ദുആക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ആ സമയത്തുള്ള ഒരു ധ്യാനത്തിനും ആ സമയത്തൊരു പിന്നെ കൂളായിരിക്കുന്നൊക്കെ വളരെ ഗുണം ചെയ്യുന്നുള്ളൂ. അപ്പം ഈ രീതിയിൽ നമുക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ബോഡിയെ ഒരു ചെയ്തെടുക്കാൻ റിട്ടേൺ ചെയ്തെടുക്കാൻ നമുക്കൊരു 11 മാസക്കാലത്തേക്കുള്ള ഒരു പിന്നെ ഒരു റീപ്രോഗ്രാമിംഗ് ആണ് ശരിക്കും നോമ്പ് കൊണ്ട് അർത്ഥമാക്കുന്നത്. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ റീപ്രോഗ്രാമിംഗ് ആണ്. ഇതിൽ തന്നെ ഇപ്പം 2016 നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ഒരു സെൽ ബയോളജിസ്റ്റ് ആണല്ലോ കിട്ടിയത്, ജപ്പാനിലുള്ള മെഡിസിൻ വിഭാഗത്തിന് അല്ലെങ്കിൽ ഫിസിയോളജി വിഭാഗത്തിന് കിട്ടിയിട്ടുള്ളത് ഒരു സെൽ ബയോളജിസ്റ്റിനാണ്. അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയം അല്ലെങ്കിൽ എന്തിനാണ് 2016 നോബൽ പ്രൈസ് കിട്ടിയത്, ഓട്ടോഫാജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടാണ്. ഓട്ടോഫാജി എന്താണ്? നമ്മുടെ ഇപ്പം പറഞ്ഞു മൈൻഡിൻ്റെ ഒന്ന് പറഞ്ഞു, നമ്മുടെ കീറ്റോൺ ബോഡീസ് കൂടുന്ന സമയത്ത് ബ്രെയിൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, നമ്മുടെ ബ്രെയിൻ കാര്യങ്ങൾ പറഞ്ഞു, നമ്മുടെ ശരീരത്തിന്റെ പ്രോസസ്സ് പറഞ്ഞു, നമ്മുടെ ജീവിതശൈലി നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കിടക്കുന്നുള്ള കൊഴുപ്പിന്റെയും കാര്യങ്ങളും അതെല്ലാം പുറത്ത് തള്ളുന്ന പ്രോസസ്സ് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഓട്ടോഫാജി എന്ന് പറയുന്നത്. ഈ ഓട്ടോഫാജി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരത്തിലുള്ള നമ്മൾ അധികം ഫുഡ് കൺസ്യൂം ചെയ്യുന്നില്ല, നമ്മൾ അധികം എനർജി നമ്മൾ അധികം ഫുഡ് കാര്യങ്ങൾ കൊടുക്കുന്നില്ല. ആ കൊടുക്കാത്ത സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള സെല്ലുകൾ തന്നെ വീണ്ടും നശിച്ചു പോവുകയും വീണ്ടും പുതിയ സെല്ലുകൾ പുതിയ സെല്ലുകൾ വളർന്നു വരികയാണ് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും രോഗ കാരണത്തിലുള്ള സെല്ലുകൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ക്യാൻസർ സെല്ലുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗത്തിന് കാരണമാകുന്ന സെല്ലുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഡീജനറേറ്റ് ചെയ്ത് പോവാണ്. നമ്മുടെ ഗട്ട് ഹെൽത്തിന് ഏറ്റവും നമ്മുടെ വയറിന്റെ ഹെൽത്തിന് ഏറ്റവും നല്ലൊരു രീതിയിൽ അത് ക്ലെൻസിങ് നടക്കുന്നുണ്ട് അവിടെ, ഒരു ഡീടോക്സിഫിക്കേഷനും അതുപോലെ തന്നെ ഒരു ക്ലെൻസിങ് ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. അതിലൂടെ എന്താ പറയാ നമ്മുടെ ശരീരത്തിൽ മുഴുവൻ ഒരു ആരോഗ്യത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. ഈ ഹെൽത്ത് ഇങ്ങനെയൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട് എന്ന് പറയുമ്പോഴും ഇത് ഒരുപാട് ബെനിഫിറ്റ്സ് നമ്മളിപ്പോൾ തിയററ്റിക്കായി പറഞ്ഞു. അതായത് മെറ്റബോളിക് ഷിഫ്റ്റ്, ഡീടോക്സിഫിക്കേഷൻ, ബയോളജിക്കൽ ക്ലോക്ക്, ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു വരുമ്പോഴും നമുക്കിത് പ്രായോഗിക തലത്തിൽ ഇത് കൊണ്ടുവരാൻ പറ്റുന്നത് നമ്മൾ ചോദ്യമായിട്ട് വരുന്നൊരു സാധനമാണ്. കാരണം നമ്മൾ നിലവിലെ സാഹചര്യത്തിൽ പറഞ്ഞാൽ നമുക്ക് ഇപ്പം എടുത്തു നോക്കിയാൽ ഇൻസ്റ്റാഗ്രാം ആയാലും അല്ലെങ്കിൽ നമ്മൾ പുറത്തൊരു ടൗണിലൊക്കെ പോയി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത് റമദാൻ എന്ന് പറയുന്നത് ഒരു ഫുഡ് എക്സ്പ്ലോർ അല്ലെങ്കിൽ ഫുഡ് ഫെസ്റ്റിവൽ എന്നൊരു സമ്പ്രദായത്തിലേക്ക് മാറിയിട്ടുണ്ട്. അതായത് റമദാനിന് വേണ്ടി കുറച്ച് ചില കടകൾ ഓപ്പൺ ആവുക, അത് അവിടെ ഒരു സമൂഹം ആൾക്കാർ അതൊരു ട്രെൻഡായിട്ട് കൊണ്ട് നടക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു പരിവർത്തനം ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ശാരീരികവും മാനസികവുമായ ഒരു മാറ്റങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മെഡിക്കൽ ബെനിഫിറ്റ്സ് അവിടെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ അത് എത്രത്തോളം അതിൽ സാധ്യമാകുന്നുണ്ട് എന്നുള്ളത് ഒരു ചോദ്യമാണ്. അപ്പം ഷഹബാസ് പറഞ്ഞ പോലെ നമ്മളൊരു വലിയ ആശങ്കയാണ് ഇന്നത്തെ കാലത്ത് ഒരു നൈറ്റ് ലൈഫ്. റമദാൻ കാലത്ത് മാത്രം ഓപ്പൺ ആകുന്ന ഒരു ആക്റ്റീവ് നൈറ്റ് ലൈഫ് ഇപ്പം കാണാം നമ്മുടെ നാട്ടിലൊക്കെ. പലതരത്തിലുള്ള ഒരു കളേർഡ് ഡ്രിങ്ക്സ് ആയിട്ടും കുലുക്കി സർബത്ത് പല രീതിയിൽ ആ രീതിയിലുള്ളൊരു പിന്നെ നമ്മൾ ഈ ഒരു നോമ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച ആ ഉദ്ദേശത്തെ പൂർണ്ണ തലത്തിൽ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഒരു പിന്നെ ജീവിത ശൈലിയാണ് പൊതുവെ ഈ മലബാർ ഏരിയയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു പിന്നെ നമ്മളെ നോമ്പിൻ്റെ ഒരു പൂർണ്ണമായ ഗുണം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകുന്നത്. കാരണം നമ്മൾ ഈ ചിട്ടയുള്ള ഭക്ഷണ രീതി പിന്നെ ആണ് ഈ നോമ്പിന്റെ ഏറ്റവും വലിയൊരു പ്രാധാന്യപ്പെട്ട കാര്യം. അത് മൊത്തത്തിൽ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം. അതെ. അപ്പോൾ ഇസ്ലാം പിന്നെ ഇസ്ലാം എപ്പോഴും ഒരു മിതത്വത്തെയാണ് ഇപ്പം പിന്നെ പ്രാധാന്യം കൊടുക്കുന്നത്. റസൂലുള്ള ഒരു കുലു വഷ്റബു വലാ തസ്രിഫു, പിന്നെ നിങ്ങൾ ഭക്ഷണം അധികരിപ്പിക്കരുത് ഒന്നും. എല്ലാം ഇസ്ലാം എല്ലാവരും മിതത്വം പാലിക്കുന്നുണ്ട്. ആ ഒരു മിതത്വം നമ്മുടെ ജീവിതത്തിലും ഭക്ഷണ രീതിയിലൊക്കെ വേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ശരിയാണോ നമ്മൾ അന്ന് ആലോചിക്കേണ്ടത്. അപ്പം പൊതുവെ ഈ നോമ്പ് തുറന്ന ശേഷം ഈ നോമ്പ് കൊണ്ട് നമ്മൾ നോമ്പ് സഹിയായോ അല്ലെങ്കിൽ നോമ്പ് കൊണ്ടുള്ള ഗുണം കിട്ടിയോ എന്നുള്ളത് പരീക്ഷിക്കണമെങ്കിൽ നോമ്പ് തുറന്ന ശേഷമുള്ള ആ സമയത്തെക്കുറിച്ച് നോക്കിയാൽ മതി. ഇപ്പം പൊതുവേ നമ്മൾ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ കാണുന്നത് എന്താ വെച്ചാൽ നേരെ പോയി വിൽക്കുകയാണ്. ശരിക്കും എണീച്ച് നിൽക്കാനോ അല്ലെങ്കിൽ നിസ്കരിക്കാനോ മറ്റു വിഭാഗത്തുകളൊന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ നമ്മൾ അവശനാവുക ചെയ്യുന്നു. ശരിക്കും നോമ്പ് കൊണ്ട് കൂടുതൽ ഉണർവുണ്ടാവുകയാണ്. ഈ പറഞ്ഞ രീതിയിൽ നോക്കുകയാണെങ്കിൽ നോമ്പ് കൊണ്ട് ഉണർവ് ഉണ്ടാവുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ അതിന് നേരെ വിപരീത രീതിയിലുണ്ടെന്ന് അത് നമ്മളുടെ ഭക്ഷണ രീതിയാണ് ശരിക്കും അവിടെ വില്ലനായി മാറുന്നത്. നമ്മൾ ഭക്ഷണ രീതിയും ജീവിത രീതികളൊക്കെയാണ്. അപ്പോൾ അതിലൊരു മാറ്റം അത് പൊതുവേ എനിക്ക് തോന്നുന്നു ജനങ്ങൾക്കുള്ള ഒരു അവബോധ കുറവായിരിക്കും. അതല്ലെങ്കിൽ ഇതുകൊണ്ടുള്ള പിന്നെ ഇത്തരത്തിൽ എന്ത് കഴിക്കണം, ഏത് രീതിയിൽ നോമ്പ് നോൽക്കണം, അല്ലെങ്കിൽ നോമ്പിനെ കൊണ്ടുള്ള എന്താണ് ആ ഒരു ബോഡിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ നടക്കുന്നത്, ആ കാര്യത്തിൽ കൂടുതലായിട്ട് അവർ അവെയർ ആയി കഴിഞ്ഞാൽ ഒരു തരത്തിൽ വരെ ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇസ്ലാം എല്ലാ സമയത്തും പ്രോത്സാഹിപ്പിക്കുന്ന അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. ഭക്ഷണത്തിൽ മിതത്വം പാലിക്കുന്നത്. സുഹൂറിൻ്റെ കാര്യം എടുത്ത് നോക്കിയാൽ റസൂലുള്ള 3 കാരക്ക കൊണ്ട് നോമ്പ് നോൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നോമ്പ് നോൽക്കുന്നത് ആ 3 കാരക്ക പറഞ്ഞാൽ ഒരു സസ്റ്റൈനബിൾ എനർജിയാണ്. അതിൻ്റെ മെഡിക്കൽ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഈ കാരക്കയിൽ ഒരു സസ്റ്റൈനബിൾ എനർജി ഉണ്ട്.
അതായത് ആ ദിവസത്തേക്ക് മുഴുവൻ കിട്ടുന്ന എനർജി അതിൽ നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഫൈബർ കണ്ടന്റ് കൂടുതലാണ്. അപ്പോൾ അത് നമ്മളെ ഡൈജഷനെയും ആ രീതിയിലുള്ള എല്ലാത്തിനും ഇമ്പ്രൂവ് ചെയ്യുന്നതിന് സഹായിക്കും. അപ്പോൾ അത്തരത്തിൽ ഇസ്ലാം എപ്പോഴും ഒരു മിതമായ രീതിയിൽ അപ്പോൾ ഒരു ഒറ്റ 2-3 കാരക്ക കൊണ്ട് ഇത്തരം ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ആണ് ഭക്ഷണം ഏറ്റവും ക്വാളിറ്റി കൂട്ടിയിട്ടുള്ള, ഇത് ക്വാണ്ടിറ്റി കുറച്ച് ക്വാളിറ്റി കൂട്ടിയിട്ടുള്ള രീതിയിലുള്ള ഭക്ഷണങ്ങൾ പാലിക്കുക. ഇപ്പം നേരത്തെ സാഹിൽ പറഞ്ഞത് ബാലൻസ്ഡ് ഡയറ്റിൻ്റെയൊക്കെ പ്രാധാന്യം. അപ്പോൾ അതിൽ ഈ രീതിയിലുള്ള ബാലൻസ്ഡ് ഡയറ്റ് അതാണ് റസൂലിൽ നിന്ന് ഉണ്ടായിരുന്നത്, കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളതും. അപ്പോൾ അത് ഇന്നത്തെ കാലത്ത് എത്രത്തോളം ആപ്റ്റ് ആവും എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഒരു നോമ്പ് കൊണ്ടുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ഗുണം നമ്മൾ ഈ പറഞ്ഞ ഗുണങ്ങളും നമുക്ക് ലഭ്യമാവില്ല എന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഇഫ്താർ മോഡൽ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു അത്താഴ മോഡൽ എന്നുള്ള സിസ്റ്റം ഉണ്ടായിക്കണമല്ലോ. അന്നത്തെ കാലത്തും അതുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് ഒരുപാട് ഹദീസുകൾ കാണാൻ പറ്റും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നോട്ട് വെച്ചൊരു മാതൃകയുണ്ട്. എല്ലാത്തിലും മാതൃകയാണെന്നതുപോലെ ഈ അത്താഴത്തിലും അതുപോലെ നോമ്പ് തുറയിലും മുന്നോട്ട് വെക്കുന്നൊരു മാതൃകയുണ്ട്. ആ മാതൃകകൾ നമ്മൾ ഇന്നത്തെ കാലത്ത് എത്രത്തോളം നമുക്ക് അത് കൂട്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിലെത്രത്തോളം മെഡിക്കൽ സയൻസ് അതിനെത്രത്തോളം യോജിക്കുന്നുണ്ട് എന്നുള്ള വിഷയം അത് നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആ ജീവിതശൈലി രോഗങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു നോമ്പ് എത്രമാത്രം സഹായിക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ അതിനൊക്കെ ക്യാൻസൽ ചെയ്യുന്ന രൂപത്തിലായിരിക്കും നമ്മുടെ ഇപ്പോഴത്തെ പലപ്പോഴുള്ളയും അത്താഴം ആണെങ്കിലും ഇഫ്താറാണെങ്കിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇഫ്താറും അതുപോലെ തന്നെ അത്താഴം കൂടി ശ്രദ്ധിച്ചാൽ മാത്രമേ ആ റമദാനിലുള്ള മുഴുവൻ 11 മാസത്തെ ഒരു ഡീടോക്സിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു റീപ്രോഗ്രാമിംഗ് നമ്മുടെ റമദാനിൽ നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ അത്താഴവും അതുപോലെ തന്നെ ഇഫ്താർ കൂടി അല്ലെങ്കിൽ ആ മാസം നടക്കുന്ന മുഴുവൻ ഭക്ഷണവും ശ്രദ്ധിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഭക്ഷണ ശൈലി എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ പറഞ്ഞു കാരക്കയുടെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ ഒരു ബാലൻസ്ഡ് ഡയറ്റിൻ്റെ കാര്യം പറഞ്ഞു. ഒരു പല ഹദീസുകൾ എടുത്തു നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്താഴം എന്ന് പറയുന്നത് ഒരു കൃത്യമായിട്ടുള്ള ഇപ്പോഴത്തെ മെഡിക്കൽ സയൻസ് പറയുന്ന ഒരു കൃത്യമായിട്ടുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആയിരുന്നു തന്നെ നമുക്ക് പറയാൻ പറ്റും. നമുക്കറിയാം, ഇപ്പം പല ഹദീസുകളും പറയുന്നുണ്ട്, ഇപ്പോൾ തൽബീന യൂസ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ ബാർലി കൊണ്ടുള്ള കഞ്ഞി, അല്ലെങ്കിൽ ബാർലി കൊണ്ടുള്ള ബ്രെഡുകൾ, ഇതൊക്കെയായിരുന്നു പ്രധാനമായിട്ടും യൂസ് ചെയ്തിരുന്നിട്ടുണ്ട് ഒന്ന്. അതുപോലെ തന്നെ മറ്റൊന്ന് പാല് കുടിച്ചിരുന്നു, അതോടൊപ്പം തന്നെ വെള്ളം ഉണ്ടായിരുന്നു, കാരക്കയുണ്ടായിരുന്നു. ഈ 4 കാര്യങ്ങൾ ആണ് പ്രധാനമായിട്ടും പറയുന്നുള്ളത്. അതോടൊപ്പം തന്നെ ചില ദിവസങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള ഉണക്കമുന്തിരിയോ അല്ലെങ്കിൽ തേനൊഴിച്ച് വെച്ചിട്ടുള്ള വെള്ളമോ ഇതൊക്കെ കുടിക്കാറുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതൊന്നും എടുത്തു നോക്കൂ. ആ ഒരു പാറ്റേൺ തന്നെ എടുത്തു നോക്കിയാൽ നമ്മുടെ ഈ ബാറിൽ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് ആയി. പക്ഷെ നമ്മൾ പറഞ്ഞു കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ നമ്മുടെ ഗ്ലൂക്കോസ് അധികരിപ്പിക്കുന്നതും ഗ്ലൈക്കോജനായി മാറുന്നതും ഫാറ്റ് ആകുന്നതൊക്കെ. ഈ ബാർലിയുടെ കേസ് എടുത്തു നോക്കുകയാണെങ്കിൽ ബാർലി തന്നെയാണെന്നല്ല, ബാർലിയുടെ ഒരു കേസ് എടുത്തു നോക്കുകയാണെങ്കിൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഏറ്റവും കുറഞ്ഞിട്ടുള്ള, ഗ്ലൂക്കോസിന്റെ അളവ് ഏറ്റവും കുറഞ്ഞിട്ടുള്ള നമ്മുടെ 2 തരത്തിലുള്ള കാർബോഹൈഡ്രേറ്റുകൾ നമ്മൾ പറയാറുണ്ട്. കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റുകൾ ഉണ്ട്, അതുപോലെ തന്നെ റിഫൈൻഡ് ഉണ്ട്. അതിൽ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്, അത് ഹെൽത്തി കാർബോഹൈഡ്രേറ്റുകളിൽ പെട്ടിട്ടുള്ള ഒന്നാണ് ബാർലി എന്ന് പറയുന്നത്. അത് തന്നെ സെലക്ട് ചെയ്തതിൽ എന്തെങ്കിലുമൊക്കെ ഒന്നുണ്ടാവുന്നതാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ അത് കാർബോഹൈഡ്രേറ്റ് ഭാഗമായി. അതുപോലെ തന്നെ പ്രോട്ടീൻ പാർട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ആ പ്രോട്ടീൻ പാർട്ടിൽ നമുക്ക് മിൽക്ക് ഉൾപ്പെടുത്തുന്നുണ്ട്, പാലുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഫൈബർ കണ്ടന്റ് ആണെങ്കിലും. അതുപോലെ തന്നെ ഫൈബർ കണ്ടന്റിൽ നമുക്ക് കാരക്ക വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ദിവസത്തെ മുഴുവൻ ഓൾറെഡി പറഞ്ഞു, ഒരു ദിവസത്തെ മുഴുവൻ നമ്മുടെ ഷുഗർ, നമ്മുടെ എനർജി നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ടും ഒരു ഗ്ലൂക്കോസിന്റെ നമ്മുടെ കാർബോഹൈഡ്രേറ്റ് ആവശ്യം ഉണ്ടാകും. അതിനു വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സെലക്ട് ചെയ്തത് കാരക്കയാണ്. ആ കാരക്ക തന്നെ നമുക്കറിയാം ഫ്രൂട്ട്സുകളിൽ ഉണ്ടാവുന്നത് ഗ്ലൂക്കോസ് അല്ല, ഫ്രക്ടോസും സുക്രോസും ഒക്കെ ആണ് ഉണ്ടാവുക. അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള നാച്ചുറൽ ഷുഗേഴ്സ് അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഫ്രക്ടോസ് ആണെങ്കിലും സൂക്രോസ് ആണെങ്കിലും നമ്മുടെ ശരീരത്തിന് വലിയ പ്രശ്നങ്ങളില്ലാത്ത, അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് നോമ്പ് കൊണ്ട് ഉണ്ടാകുന്ന വലിയൊരു ഉപകാരം എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ലെവൽ കൂടാതിരിക്കുന്നു, ഗ്ലൂക്കോസ് കുറയ്ക്കുന്നു എന്നുള്ളതാണ്. അത് രണ്ടും ഈ ബാർലി എടുത്തു നോക്കുകയാണെങ്കിലും ഈ കാരക്ക എടുത്തു നോക്കുകയാണെങ്കിലും അതിലൊക്കെ സഹായിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോഴത്തെ ഒരു മെഡിക്കൽ വ്യൂവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഡീഹൈഡ്രേഷൻ ഉണ്ടാവരുത്. നിർജ്ജലീകരണം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാകും, ആരോഗ്യത്തിന് വലിയ പ്രശ്നങ്ങളുണ്ടാകും. അതിനാണ് വെള്ളം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു പാറ്റേൺ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡൈജഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഒരു ജീവിതശൈലിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഡൈജഷൻ. ആ ഡൈജഷന് വേണ്ടിയിട്ട് ഏറ്റവും സഹായിക്കുന്ന കാര്യമാണ് ഉണക്കമുന്തിരി എന്നൊക്കെ പറയുന്നത്. ആ ഉണക്കമുന്തിരിയും തലേന്ന് വെള്ളത്തിലിട്ടിട്ട് പിറ്റേന്ന് കുടിക്കുന്ന ഒരു രൂപമൊക്കെ കാണിക്കുന്നുണ്ട്. മെഡിസിൻസ് യൂസ് ചെയ്യുമ്പോൾ കാണാറുണ്ട്. മെഡിസിൻസ് യൂസ് ചെയ്യുമ്പോൾ തലേദിവസം വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം യൂസ് ചെയ്യാന്നുള്ളത് പലപ്പോഴും കാണാറുണ്ട്. നമ്മൾ ഇപ്പോഴത്തെ മെഡിക്കൽ സയൻസും പലപ്പോഴും പറയുന്ന ഒരു എഫക്റ്റ് വ്യത്യാസമാണെന്ന് ഓരെന്നെ പറയുന്നത്. ഒരു ഫ്രൂട്ട് നേരെ എടുത്ത് കഴിക്കുന്നതും ഒരു ദിവസം വെള്ളത്തിൽ സോക്ക് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം അത് കഴിക്കുന്നതും പലപ്പോഴും അതിന്റെ വെള്ളം
അതൊരു മെഡിസിൻ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. യൂസ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ ഇതിൽ വരുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു 5 കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ ഒരു കൃത്യമായിട്ടുള്ള ബാലൻസ്ഡ് ഡയറ്റ്, ഈ മോഡേൺ സയൻസ് പറയുന്ന പ്രകാരം കൃത്യമായിട്ടുള്ള ബാലൻസ്ഡ് ഡയറ്റ് അവിടെ വരുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കും. ഇതൊരു സുഹൂറിന്റെ കേസ് എടുത്തു നോക്കുകയാണെങ്കിൽ ഇഫ്താറും സെയിം, ഇഫ്താറിലും ഏകദേശം ഇതുപോലെ തന്നെയുള്ള ഒരു പാറ്റേൺ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ അവിടെ ഇഫ്താറിന്റെ കേസിൽ ഒരു ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത് ഒരു പാറ്റേൺ ഒരു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് ആദ്യം നമ്മൾ കാരക്ക അല്ലെങ്കിൽ കാരക്ക കഴിക്കണം, പിന്നെ ഈന്തപ്പഴം കഴിക്കണം, അതിനുശേഷം വെള്ളം കുടിക്കണം, അതിനുശേഷം നമുക്ക് ഫ്രൂട്ട്സുകൾ കഴിക്കണം, അതിനുശേഷം റോ ആയിട്ടുള്ള ഫുഡുകൾ, അതായത് കുക്ക് ചെയ്യാത്ത ഫുഡുകൾ, പിന്നെ കുക്ക് ചെയ്ത ഫുഡുകൾ, ഈ ഒരു ഓർഡറിൽ കഴിക്കണം എന്നുള്ള ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ മനസ്സിലാവുന്നത് നമ്മൾ 10-12 മണിക്കൂർ നമ്മൾ ഗ്ലൂക്കോസ് ഇൻടേക്ക് ഇല്ലാതെ നിൽക്കുന്ന ഒരാളാണ്. നമ്മൾ രാവിലെയാണ് നമ്മൾ ഗ്ലൂക്കോസ് ഉണ്ടായത്. അപ്പോൾ എനർജി ആയിരിക്കും ഏറ്റവും ലോ ലെവലിൽ ഉണ്ടാവുക. അപ്പോൾ ആദ്യം തന്നെ എടുക്കാൻ പറഞ്ഞത് ഗ്ലൂക്കോസ് കണ്ടന്റ് ആണ്. നിങ്ങളുടെ കാരക്ക എടുക്കൂ, ആ കാരക്കോട് കൂടി നിങ്ങളുടെ ഗ്ലൂക്കോസ് വേണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി വേണ്ട രീതിയിലായി കഴിഞ്ഞു. അതിനുശേഷം നിങ്ങൾക്ക് അടുത്ത പ്രശ്നം ഉണ്ടാകുന്നത് എന്തായിരിക്കും? നിർജ്ജലീകരണമായിരിക്കും. നിങ്ങൾ നേരെ എന്തെടുക്കണം? നിങ്ങളുടെ വെള്ളം എടുക്കണം. അടുത്തത് വെള്ളത്തിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞാൽ ഒന്ന് ഫൈബർ കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ വാട്ടർ കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സുകളിലേക്ക് പോകുന്നു. അതിനുശേഷം റോ ഫുഡുകളിലേക്ക്. പിന്നെ നമുക്കറിയാം റോ ഫുഡ് കഴിക്കുന്നതോട് കൂടി ഏകദേശം നമ്മുടെ ഒരു വിശപ്പൊക്കെ അടങ്ങും. അതിനുശേഷമാണ് ഏറ്റവും ഡൈജഷൻ കൃത്യമായിട്ട് പരിഗണിക്കുന്ന, നമ്മുടെ ഡൈജഷൻ കൃത്യമായിട്ട് നടക്കാൻ ഏറ്റവും പരിഗണിക്കുന്ന ഒരു രൂപത്തിൽ തന്നെ ആ പാറ്റേൺ പോകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഇഫ്താർ ആണെങ്കിലും സുഹൂർ ആണെങ്കിലും ഇതിലൊക്കെ നമുക്കൊരു മാതൃകകൾ കാണാൻ സാധിക്കും. അപ്പോൾ ഇത് തന്നെ ഫോളോ ചെയ്യണം എന്നല്ല, അതേ ഫുഡുകൾ ഫോളോ ചെയ്യണം എന്നല്ല, അതേ പാറ്റേൺ നമുക്ക് ഫോളോ ചെയ്യും. ആ ഒരു പ്രോട്ടീൻ പാർട്ട് എടുത്തിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ജീവിതശൈലി എടുത്തു നോക്കുകയാണെങ്കിലോ അതിൽ ഡീപ് ഫ്രൈ ആയിട്ടുള്ള പലതരത്തിലുള്ള ഓയിൽ കണ്ടന്റ് ഉണ്ട്, ഹൈ കലോറി ആയിട്ടുള്ള കണ്ടന്റുകൾ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ രാവിലെ കഴിക്കുകയാണെങ്കിൽ ചോറായിരിക്കും കഴിക്കുന്നുണ്ടാവുക, ഹൈ കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് ഉള്ള ചോറാണ് കഴിക്കുന്നുണ്ടാവുക. രാത്രിയാണെങ്കിലും നമ്മൾ തങ്ങളുടെ ആ ഒരു ഇഫ്താർ എടുത്ത് നോക്കുകയാണെങ്കിൽ അതും കാണാൻ സാധിക്കും. ആദ്യം കാരക്കയും വെള്ളമൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഉള്ള ഫുഡുകളൊക്കെ കഴിക്കുന്നുള്ളത്. അപ്പം അധികം കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് ഉള്ള സാധനങ്ങളൊക്കെ, ഗ്ലൂക്കോസ് കണ്ടന്റ് ഉള്ള കാര്യങ്ങളൊക്കെ കുറച്ചിട്ട് അങ്ങനെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് തന്നെ നമുക്ക് പറയാം. ഈ ഒരു കാരക്കന്റെ കേസ് പറഞ്ഞപ്പോൾ കാരക്ക ശരിക്കും കുറെ ബെനിഫിറ്റുകൾ ഉണ്ട്. ഒരു പൊട്ടാസ്യം പോലത്തെ സാധനങ്ങൾ പെട്ടെന്ന് എനർജി ഉണ്ടാക്കുന്ന. അപ്പം ഈ ഒരു തളർന്നു നിൽക്കുന്ന സമയത്ത് ആ ഒരു എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാരക്ക സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഈ പിന്നെ ഗട്ടിലുള്ള ആസിഡിറ്റി കൺട്രോൾ ചെയ്യുന്നതിൽ കാരക്ക് വലിയ റോൾ ഉണ്ട്. അപ്പൊ ഈ വെള്ളം കുടിക്കാൻ പറയുന്നതും അതൊക്കെ ആ ഒരു നമ്മളെ പിന്നെ അസിഡിറ്റി ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നെഞ്ചരിച്ച് പോലത്തെ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒരു കൺട്രോൾ വരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു നമ്മൾ പുതിയ കാലത്തുള്ള ആൾക്കാരിലേക്ക്, അപ്പം ഇപ്പോൾ നമുക്ക് റസൂലുള്ളാഹിന്റെ ആ ഒരു അന്നത്തെ ഭക്ഷണ രീതി ആ ഒരു അന്നത്തെ കാലത്തേക്കുള്ളതാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് നമുക്ക് പറയാനുള്ളത് പിന്നെ ഈ രീതിയിൽ നമുക്ക് ഇപ്പം എങ്ങനെയൊക്കെ അതിനെ ഉപയോഗപ്പെടുത്താം, അല്ലെങ്കിൽ അതിനെ എങ്ങനെ ഒരു നമ്മളൊരു മോഡലായി കണ്ട് ഇന്നത്തെ രീതിയിൽ ഏതൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാൻ പറ്റും എന്നുള്ളത് നോക്കേണ്ട കാര്യമാണ്. അത് എന്തൊക്കെയായിരിക്കും? അപ്പൊ ഇപ്പൊ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ഒരു ബാലൻസ്ഡ് പ്ലേറ്റ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ജീവിതം എടുത്തു നോക്കുകയാണെങ്കിൽ അതിലിപ്പം ബാർലി എടുത്തിട്ട് നമ്മൾ ബാർലി തന്നെ കഴിക്കണം എന്നല്ല. ബാർലി എന്നുള്ളത് നമ്മൾ അവിടെ ചില നമ്മൾ മെഡിക്കൽ ഫാക്ടേഴ്സ് പറഞ്ഞു, ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവുള്ള, അത് ഗ്ലൂക്കോസ് കണ്ടന്റ് കുറവുള്ള, അതുപോലെ തന്നെ ഫൈബർ റിച്ച് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ നമുക്ക് ഉൾപ്പെടുത്താം, പല കാര്യങ്ങളും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. ഓട്സ് ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയും. അപ്പോൾ നമ്മൾ ചോറൊക്കെ വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഗ്ലൂക്കോസ് കണ്ടന്റ് കുറച്ച് കൂടുതലുള്ള കാര്യങ്ങളാണ്. അപ്പം അതൊക്കെ ഒന്ന് കുറച്ചിട്ട് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് മാറാൻ പറ്റും. അതുപോലെ തന്നെ ആ ഒരു ഇതുണ്ടല്ലോ, കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് എടുത്തു, അപ്പം പ്രോട്ടീനായിട്ട് ഒരു പാലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പാലല്ലെങ്കിലും മീറ്റ്സ്, ഇറച്ചി പോലെയുള്ള ഇറച്ചിയോ മീനോ അങ്ങനെയുള്ള എന്തും ഉൾപ്പെടുത്താം. അങ്ങനെയുള്ള എന്തെങ്കിലും ഒന്ന് ഉൾപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഫൈബർ കണ്ടന്റ് നമുക്ക് ആവശ്യമുണ്ട്. കാരക്കയിൽ ഫൈബർ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് വെജിറ്റബിൾസോ സാലഡ്സോ ഒക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. വെള്ളം നിർബന്ധമായിട്ടും പറയുന്നുണ്ട് അതിൽ. ആ വെള്ളം നിർബന്ധമായിട്ട് കുടിക്കുക എന്നുള്ളത് ഒന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആ അത്തായം എന്ന് പറയുന്നത്. പലരും ഉണ്ടാവും അത്തായം മിസ്സാക്കുന്നവര്, അത്തായം വേണ്ട തലേന്ന് രാത്രി കഴിച്ചിട്ട് രാവിലെ എണീക്കാൻ വേണ്ടി വെയിറ്റ് ലോസ് എന്നൊക്കെ പറഞ്ഞിട്ട് അത്താഴത്തെ ഒഴിവാക്കുന്ന ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. വെയിറ്റ് ലോസിന് സഹായിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ അത് ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. നിങ്ങളുടെ ഹദീസിൽ തന്നെ പറയുന്നത് ബറക്കത്തുണ്ടെന്ന്, നിങ്ങൾ അത്താഴത്തിൽ നിങ്ങൾക്ക് ബറക്കത്തുണ്ട്, നിങ്ങൾ നിർബന്ധമായിട്ട് അത്തായം കഴിക്കണം എന്നുള്ളത്. അതായത് അവിടെ തന്നെ ഒരു സാധനം ബുഖാരിന്റെ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. ഒരു ദിവസം മുഴുവനായും നോമ്പെടുക്കാൻ വേണ്ടി, കണ്ടിന്യൂസ് ആയിട്ട് 2 ദിവസം നോമ്പെടുക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ നോമ്പെടുത്തു. അപ്പോൾ സ്വഹാബികൾ അത് അനുകരിക്കാൻ നോക്കിയപ്പോൾ നബി നിങ്ങളോട് പറയേണ്ടത്, നിങ്ങളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ചെയ്യേണ്ടതില്ല.
അത്തരത്തിലൊരു ശരീരത്തിന് പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ പോകേണ്ടതില്ല എന്ന് പറയുന്നത് നമുക്ക് തന്നെ അറിയാം. 12 മണിക്കൂറിൽ കൂടുതലൊക്കെ എടുത്തുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇതിൽ പറഞ്ഞു വെക്കുന്ന കാര്യം, നിങ്ങൾ ഒരു 50 ആയത്ത് മുൻപ്, അതായത് സുബഹി ബാങ്കിന്റെ 50 ആയത്തിന് മുമ്പ് ഉള്ള ആ സമയത്താണ് നിങ്ങൾ ഒരു സുഹൂർ കഴിക്കേണ്ടത്, അത്താഴം കഴിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. അപ്പം അതായത് നിങ്ങൾ ലോങ് ടൈം ഫാസ്റ്റിംഗ് അല്ല, മീൻസ് ആ ഒരു ചിട്ട കൊണ്ടുവരിക എന്നതുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു രാത്രി കഴിച്ച് കിടന്നാൽ നമുക്കറിയാം, രാത്രി 10 മണിക്കോ 11 മണിക്കോ നമ്മൾ ഫുഡ് കഴിച്ച് കിടന്നിട്ട് പിറ്റേന്ന് മഗ്‌രിബ് വരെ ഒരു ലോങ് ടൈമായി. അതിന് പകരം ഒരു മിതത്വ ടൈം, ആ ഒരു ടൈം തന്നെ ഫിക്സ് ചെയ്ത്, അത് മാത്രമല്ല ബാങ്ക് കൊടുത്ത് ഉടനെ തന്നെ നിങ്ങൾ ഇഫ്താർ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ആ ഒരു ടൈം ഫിക്സ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഒരു ബാലൻസ്ഡ് ഡയറ്റിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. നമ്മുടെ ഇഫ്താർ എടുത്ത് നോക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭക്ഷണങ്ങളിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു പാറ്റേൺ കാണാൻ സാധിക്കുന്നുണ്ട്. മീറ്റ് ഉണ്ട്, അതുപോലെ തന്നെ എന്തെങ്കിലും പത്തിരികളോ അല്ലെങ്കിൽ കഞ്ഞിയോ ഉണ്ടാകും എന്നുള്ളത് കാണുന്നുണ്ട്. അതായത് ഒരു കാർബോഹൈഡ്രേറ്റ് പാർട്ട് ഉണ്ടാകും, മീറ്റ് ഒരു പ്രോട്ടീൻ പാർട്ട് ഉണ്ടാകും, അതുപോലെ തന്നെ വെള്ളമുണ്ട്, ഫൈബർ കണ്ടന്റുകളുണ്ട്. ഇങ്ങനെയുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റാണ്. അപ്പം നമ്മൾ ഇപ്പോൾ ഉള്ള ഫുഡുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡീപ് ഫ്രൈ ആയിട്ടുള്ള സാധനങ്ങൾ നിർബന്ധമായിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം അത് ഹൈ കലോറി കണ്ടന്റ് ആണ്, ഓയിലി കണ്ടന്റ് ആണ്. അതുപോലെ തന്നെ അരിഭക്ഷണങ്ങൾ, പിന്നെ അതുണ്ട്, അരിഭക്ഷണങ്ങൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള എല്ലാ ഉപയോഗങ്ങളും ഇല്ലാതാക്കും. മീൻസ് നമ്മൾ നമ്മുടെ ഫാറ്റിന്റെയും കൊഴുപ്പും എല്ലാം ഒഴിവാകും എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഉപകാരത്തെ ഇല്ലാതാക്കും. മെറ്റബോളിക് ഷിഫ്റ്റ് അവിടെ കൃത്യമായി നടക്കൂല. കാരണം ചോറ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്ലൂക്കോസ് ഓൾറെഡി ഉണ്ട്, എക്സ്ട്രാ ഉണ്ട്. നമ്മുടെ നോമ്പോട് കിട്ടുന്ന പ്രധാനപ്പെട്ട ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് കണ്ടന്റ് കുറയുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് കണ്ടന്റ് കുറയുന്നു, അത് ഗ്ലൈക്കോജനെയും ഫാറ്റിനൊക്കെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നു എന്നുള്ളതാണ്. പക്ഷെ അത് ഇവിടെ നടക്കൂല. നമ്മൾ അധികമായിട്ട് ഒരുപാട് ചോറ് രാവിലെ കഴിക്കുന്നു, ഇഫ്താറിനും ഒരുപാട് അരിഭക്ഷണം, അരിപ്പത്തിരികളാണെങ്കിലും അങ്ങനെയുള്ള ഇപ്പം റൈസ് കുറെ കടന്നു വന്നു തോന്നുന്നു ഇഫ്താറിലൊക്കെ. അപ്പം അതൊക്കെ കഴിക്കുന്ന സമയത്ത് ഈ ഒരു ഉപകാരം കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പം അതൊക്കെ ഒന്ന് കുറച്ചിട്ട് പകരം ഈ ഒരു രീതിയിലേക്ക് കുറച്ച് പ്രോട്ടീൻ കണ്ടന്റുകൾ എടുക്കാം, ഒപ്പം നമുക്ക് കുറച്ച് ഫൈബേഴ്സ് ആഡ് ചെയ്യാം. ഇങ്ങനെയൊക്കെയുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അതായിരിക്കും അങ്ങനെ ആയിരിക്കും ഒരു ഐഡിയൽ ഇഫ്താറും ഒരു ഐഡിയൽ സുഹൂറും. ഇങ്ങനെയുള്ള ഒരു മാസം നമ്മൾ പോകുന്നതോടുകൂടി ആണ് നമുക്ക് ഈ ഒരു 11 മാസക്കാലത്തെ ഒരു ഡിറ്റോക്സിഫിക്കേഷനും ഒരു റീപ്രോഗ്രാമിംഗ് കിട്ടിയെന്നുണ്ടാവാം. ഒരു മാതൃക മുഴുവനായി എടുക്കുകയാണെങ്കിൽ, അതായത് നോമ്പിലും അതുപോലെ തന്നെ ഇഫ്താറിലും സുഹൂറിലും എല്ലാത്തിലും മാതൃക ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകകൾ മൊത്തമായിട്ട് എടുക്കുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ മാനസികമായും ശാരീരികമായും സാമൂഹികമായും ഒരു വ്യക്തി പൂർണ്ണമായും 11 മാസത്തേക്ക് വേണ്ട രൂപത്തിൽ ഒരു വർഷം എങ്ങനെ ജീവിക്കണം എന്നുള്ളത് മൊത്തത്തിൽ പരിവർത്തനപ്പെടുത്തിയെടുക്കുന്ന ഒരു മാസമായി റമദാൻ മാറുന്നത് പൂർണ്ണമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അത് നിമിതങ്ങളുടെ ജീവിതശൈലി മുഴുവനായും നമ്മൾ മാതൃകയാക്കി സ്വീകരിക്കുമ്പോഴാണെന്നാണ് നമുക്ക് ഇതൊന്ന് മനസ്സിലാവുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ സമയത്ത് നോക്കുമ്പോൾ പൊതുവേ ഈ ഒരു നോമ്പ് കാലം വരുന്നത് ചൂട് കാലത്തേക്കാണ്. അപ്പം ഈ ഒരു 2-3 വർഷങ്ങളിലായിട്ട് നോമ്പൊക്കെ ഈ ചൂട് കാലത്തേക്ക്. അപ്പം ആ സമയത്ത് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്നാണ് മനസ്സിലാക്കുന്നത്. ആ ഒരു വെള്ളം ജലാംശം അടങ്ങിയ കൂടുതൽ ഭക്ഷണങ്ങൾ നോമ്പ് നോൽക്കുന്ന സമയത്ത് കഴിക്കുക. നേരത്തെ സാല് പറഞ്ഞു മത്തൻ, വെള്ളരിക്ക, ആ രീതിയിലുള്ള അതിൻ്റെ താളിപ്പുകളൊക്കെ. താളിപ്പ് ശരിക്കും താളിപ്പുകൾ വെച്ചാൽ ഒരു വാട്ടർ കണ്ടന്റുള്ള സാധനങ്ങൾ കൂടുതൽ കഴിക്കുന്നത് നോമ്പ് നോൽക്കുന്ന സമയത്തൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു നോമ്പ് തുറക്കുന്ന സമയത്തായിക്കോട്ടെ ഈ കൂടുതൽ ഓയിലി ഫുഡുകളൊക്കെ നമ്മൾ ജ്യൂസുകൾ വെച്ചാൽ അതിൽ ഫൈബർ കണ്ടന്റ് കുറയും. ജ്യൂസ് അരിച്ച് കഴിക്കുന്നത് ഏറ്റവും നല്ല റോ ആയിട്ട് കഴിക്കുന്നതാണ്. കാരണം അത് ഫൈബർ കണ്ടന്റ് കൂടുതൽ റിച്ച് ആയിട്ട് കിട്ടും നമുക്ക്. പിന്നെ അത് നമ്മുടെ ദഹനത്തെയും കാര്യത്തെയൊക്കെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗ്ലൂക്കോസ് പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്നതിനെ കുറിച്ച് അതിനെയൊക്കെ തടയുന്നുണ്ട്. പെട്ടെന്നുള്ള ഒരു അബ്സോർപ്ഷനും അത് ഗ്ലൂക്കോസ് ലെവലിലും മാറ്റം ഉണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇഫ്താറിന്റെ സമയത്തൊക്കെ ഈ കൂടുതൽ ഓയിലി ഫുഡുകൾ കഴിക്കുന്നതൊക്കെ നമ്മൾ വയറിൽ അസിഡിറ്റി കൂടാനും ശരീരത്തിന് ചൂട് ദഹനം ഒരു പ്രോപ്പറായി നടക്കൂല അതിൽ. അതുപോലെ തന്നെ ഈ പ്രോട്ടീൻ എടുക്കുമ്പോൾ ഒക്കെ അത് ഏറ്റവും അവസാനം കഴിക്കുന്നതായിരുന്നു. അത് സാല് പറഞ്ഞ ഒരു ഓർഡർ ഉണ്ട്. അപ്പോൾ ഈ പ്രോട്ടീൻ എന്ന സാധനം ദഹിക്കാൻ കുറച്ച് പ്രയാസമുള്ള സാധനങ്ങളാണ്. അപ്പോൾ ആദ്യം നമ്മൾ ആ ഒരു ചിട്ട പറയുകയാണെങ്കിൽ ആദ്യം കുറച്ച് ഈസി ദഹിക്കുന്നത്, പിന്നെ ഒന്നുകൂടി കുറച്ച് കടുപ്പമുള്ളത്, പിന്നെ ഏറ്റവും ആ ഒരു ഓർഡർ കൊണ്ടുവരുന്നത് നമ്മളെ ദഹന പ്രക്രിയ സുഖമാക്കാൻ സഹായിക്കും. കറക്റ്റ് നമുക്ക് ആ ഒരു ഓർഡർ കാണാൻ പറ്റും. അതുപോലെ തന്നെ നല്ല വെള്ളം കുടിക്കുന്നത്. വെള്ളം ശരിക്കും ആ സമയത്ത് ഡീഹൈഡ്രേഷൻ എന്ന സാധനം വളരെ ഡേഞ്ചറാണ് ശരിക്കും പറഞ്ഞാൽ, മറ്റ് നിർജ്ജലീകരണം ബോഡിയിൽ ഉണ്ടാകുന്നത്. അപ്പം അതുപോലെ തന്നെ ഈ നമ്മളെ ഗ്ലൂക്കോസ് ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചിട്ട കൊണ്ടുവരുന്നത് നമുക്ക് ഈ വേനൽക്കാലത്ത്
പിന്നെ കൂടുതൽ വെള്ളം കുടിക്കുന്നതും അതൊക്കെ ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ കാലാവസ്ഥ അനുസരിച്ചുള്ള മാറ്റങ്ങൾ നോമ്പിൽ മാത്രമല്ല, നോമ്പല്ലാത്ത വിഷയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭക്ഷണ രീതിയിൽ ഒരു സീസണലായിരുന്നു. ആ ഒരു സാധനം കാണാൻ പറ്റും. തണുപ്പ് കാലമാകുമ്പം ഇന്ന ഫുഡിലേക്ക് മാറും, അതുപോലെ തന്നെ വസ്ത്രധാരണം ഇന്ന രൂപത്തിലേക്ക് മാറും, അതുപോലെ തന്നെ ചൂടുകാലാകുമ്പം അതിന്റെ രൂപങ്ങൾ മാറ്റങ്ങൾ ഉണ്ടാകും. അതൊക്കെ നിലവിലും ആളുകൾ പിന്തുടർന്നു പോകുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു മുസ്ലിമിൻ്റെ ഒരു വിശ്വാസിയുടെ നോമ്പ് കാലം എന്നുള്ളത് പൂർണ്ണമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാതൃകയാക്കി ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ മഖാസിദ് ശരിയ മുമ്പോട്ട് വെക്കുന്ന ദീനായാലും അതുപോലെ തന്നെ ആരോഗ്യമായാലും അതുപോലെ അക്കല്, അങ്ങനെ ബുദ്ധി ഏതെടുത്ത് നോക്കിയാലും അതിൽ നമുക്കൊരു ബെനിഫിറ്റ് ഈ റമദാൻ കാലം, കേവലം ഫാസ്റ്റിംഗ് എന്നതുകൊണ്ട് മാത്രമല്ല, റമദാൻ കാലം എന്ന് എടുത്തു നോക്കി നമുക്ക് കാണാൻ പറ്റും. ഒരു വിശ്വാസി മാനസികമായും ശാരീരികമായും സാമൂഹികമായും പരിവർത്തനപ്പെട്ട് വരുന്നത് ഈ ഒരു പൂർണ്ണമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു മാതൃകയാക്കി എടുക്കുമ്പോഴാണ് എന്ന് നമ്മൾ ഇതിനോട് കൂട്ടി വായിക്കേണ്ടതുണ്ട്.